ഹായ് ഗായ്സ്, പത്തരമാറ്റ് സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ചടങ്ങ് 5-ാം മാസ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. അതിനൊക്കെ ശേഷം നമ്മുടെ നവ്യ ഒരു വിശേഷം അറിയാണ് ചെയ്യുന്നത്. അനാമിക ഒപ്പിച്ച ഒരു പണിയെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ നവ്യ അത് ചോദ്യം ചെയ്യുകയും അനാമികയെ പൊത്തിരെ തല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആ വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ചടങ്ങുകൾക്കെല്ലാം ഒരുക്കങ്ങളൊക്കെ ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ദേവയാനിയാണെങ്കിൽ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കി വെച്ചതിന് ശേഷം നയനയോട് പറയുന്നുണ്ട് എടുത്ത് കഴിച്ചോളെ. അപ്പം നയന പറയുന്നുണ്ട് വേണ്ട, എല്ലാവരും വന്നിട്ട് മതി എനിക്ക് എന്ന് പറയാം. അപ്പോഴും ദേവയാനി ആഗ്രഹിക്കുന്നത് നയന ഈ പലഹാരങ്ങളെല്ലാം കഴിക്കണമെന്ന് തന്നെയാണ്. അപ്പം നയനയോട് പറയുന്നുണ്ട് നീ ഇത് കൊണ്ടുപോയി കഴിച്ചു എന്ന് പറഞ്ഞ് കുറച്ചധികം പലഹാരങ്ങൾ ഒരു പാത്രത്തിലെടുത്തിട്ട് ദേവയാനി കൊടുത്തു വിടുകയാണ്. അങ്ങനെ നയനയ്ക്ക് സന്തോഷമാവുകയാണ് ഇതെല്ലാം കൂടെ ദേവയാനി കൊടുക്കുമ്പോഴേക്കും. നയന മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അമ്മ ആകപ്പാടെ മാറിപ്പോയല്ലോ, എന്നോട് ഒരുപാട് സ്നേഹമൊക്കെ ഉണ്ട്, പുറത്ത് കാണിക്കുന്ന ഈ സ്വഭാവമൊന്നും അല്ല, അതുകൊണ്ടല്ലേ ഇപ്പോൾ പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കി എനിക്ക് കഴിക്കാനായിട്ട് അമ്മ തന്നത് എന്നൊക്കെ വിചാരിക്കുകയാണ്. ദേവയാനി ആണെങ്കിലും മനസ്സിലിങ്ങനെ വിചാരിക്കുകയാണ് നയനെ നീ കഴിക്കണം, വേറെ ആര് കഴിക്കുന്നതിന് മുമ്പ് ഈ പലഹാരങ്ങൾ നീ കഴിക്കുന്ന കാണാനാണ് എനിക്ക് സന്തോഷം എന്നൊക്കെ വിചാരിക്കുകയാണ്. അങ്ങനെ അവിടെ നയനയും ദേവയാനിയും അമ്മായിയമ്മയും മരുമകളും തമ്മിലുള്ള ആ ഒരു മഞ്ഞുരുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അവരുടെ സ്നേഹം വളരെ ഊഷ്മളമാണ് വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ. അങ്ങനെയൊക്കെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ആ സമയത്താണ് ചടങ്ങുകളുടെ എല്ലാ ഒരുക്കങ്ങളായി ഒരുപാട് കൂട്ട് പലഹാരങ്ങളും എല്ലാം ഉണ്ട് കേട്ടോ. അപ്പോഴാണ് നവ്യ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അബി അങ്ങോട്ട് വരുന്നുണ്ട്. അബി വരുമ്പം നവ്യയോട് ചോദിക്കുകയാണ് ആഹാ നീ നന്നായിട്ട് വേഷം കെട്ടിയിട്ടുണ്ടല്ലോ എന്ന് ചോദിക്കണം. അപ്പോൾ ഉടനെ തന്നെ നവ്യ പറയാണ് അതെ, നീ എനിക്ക് ഇങ്ങനൊരു ദിവസമായിട്ട് ഒരു നല്ല സാരി വാങ്ങിത്തരുമോ, എന്താ വേണ്ടതെന്ന് ചോദിക്കുമോ, ഒന്നും ചെയ്തില്ല. ഇത് നയനയും ആദർശേട്ടനും വാങ്ങിത്തന്ന സാരിയാണ്, ആദർശേട്ടൻ അങ്ങനെയെങ്കിലും തോന്നിയല്ലോ എന്നൊക്കെ പറയാണ്. അപ്പോൾ അബി ഉടനെ തന്നെ ചോദിക്കുന്ന ഇതാണ് ഓ നിന്നെ നേരത്തെ സ്നേഹിച്ചത് ആദർശേട്ടനല്ലേ, അതുകൊണ്ടായിരിക്കും ഇപ്പം നിനക്കിങ്ങനെ സാരിയൊക്കെ വാങ്ങി തന്നതെന്ന്. അപ്പോൾ നവ്യയ്ക്ക് വീണ്ടും ദേഷ്യമൊക്കെ വരികയാണ്. നിന്നോട് ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു ഇങ്ങനെയുള്ള സംസാരം വേണ്ടാന്ന്, നിന്നെക്കൊണ്ട് മാത്രമേ അബി പറ്റുള്ളൂ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ, നീ അത്ര മോശപ്പെട്ടവനാണ് എന്നൊക്കെ പറയാണ്. അതിനുശേഷം ചടങ്ങുകൾക്കായിട്ട് താഴേക്കൊക്കെ ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് നമ്മുടെ ഗോവിന്ദനും കനകയും നന്ദുവും കൂടി വരികയാണ്. അപ്പോൾ അവർ വന്ന് ഇറങ്ങുന്ന കാണുമ്പോൾ തന്നെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവരെ സ്വീകരിക്കുകയാണ് കേട്ടോ. അകത്തേക്ക് വരൂ എന്നൊക്കെ പറയാണ്. ദേവയാനിയുണ്ട്. ദേവയാനി പ്രത്യേകിച്ച് പരിഭവം ഒന്നും കാണിക്കുന്നില്ല. അതേസമയം അനാമികയ്ക്ക് ഇതങ്ങ് കാണുമ്പോൾ സഹിക്കുന്നില്ല. നന്ദു വരുന്നത് കണ്ടു കഴിയുമ്പം അനാമികയ്ക്ക് ഭയങ്കര ദേഷ്യമാവുകയാണ്. അപ്പോൾ അനാമിക ഇങ്ങനെ നിന്നിട്ട് നോക്കുകയാണ്. എന്നിട്ട് പറയാണ് ഈ നന്ദു ഇവളെന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് പറയാണ്. അപ്പോൾ ഉടനെ ജാനകി പറയാ ഓ അവൾ വരാതിരിക്കില്ലല്ലോ, അവളുടെ ചേച്ചിയുടെ ചടങ്ങല്ലേ എന്ന് പറയാണ്. ചേച്ചിയുടെ ചടങ്ങ് ഞാൻ കഴിഞ്ഞ ദിവസം അവളോട് വിളിച്ച് പറഞ്ഞതാ ഇങ്ങോട്ട് വരരുതെന്ന്, എന്നിട്ട് വീണ്ടും അവൾ ഇങ്ങോട്ട് വന്നിരിക്കുക എന്നും പറയാണ് അനാമിക. അപ്പോൾ ഉടനെ ജാനകിയും പറയാണ് ശരിയാ എന്നിങ്ങനെ പറയാണ്. അപ്പോൾ ഇവർ കയറി വരുന്ന കാണുമ്പോൾ തന്നെ അനാമിക അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ട് പറയാണ് എടി നന്ദു നിന്നോട് ഇന്നലെ ഞാൻ പറഞ്ഞല്ലേ ഇങ്ങോട്ട് വരരുതെന്ന്, പിന്നെ എന്തിനാ നീ വലിഞ്ഞു കയറി വന്നത്, നീ അനിയെ കാണാൻ വേണ്ടി തന്നെ വന്നതല്ലേ എന്ന് പറയാണ്. അപ്പം മുത്തശ്ശൻ പറയാണ് എന്താ അനാമിക ഇത്, വീട്ടിൽ കയറി വരുന്നവരോട് ഇങ്ങനെ അപമര്യാദയായിട്ട് പെരുമാറുകയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പം അനാമിക പറയാണ് അത് മുത്തശ്ശ ഈ അനിയെ കാണാൻ വേണ്ടി തന്നെയാണ് ഇവിടെ വരുന്നത്, അനിയും ഇവളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് മുത്തശ്ശൻ അറിയില്ലേ, പിന്നെ ഞാനിവിടെ ഉള്ളപ്പം അങ്ങനെ ഒരെണ്ണം നടക്കുമ്പം എനിക്കത് സഹിക്കാൻ പറ്റുമോ. അപ്പം മുത്തശ്ശൻ പറയാം എന്ത് ബന്ധമുണ്ടെന്നാ, എന്ത് സഹിക്കുന്നെന്നാ അനാമിക പറയുന്നത്, ഇപ്പം ഇവിടുത്തെ അതിഥികളായിട്ട് എത്തിയതാണ് ഗോവിന്ദനും കുടുംബവും, അവരെ അപമാനിച്ചിറക്കി വിടാൻ ഒരിക്കലും അനാമികയ്ക്ക് ഒരു അധികാരവും ഇല്ല എന്ന് പറയാണ്. അപ്പം പറയാണ് എനിക്ക് അധികാരമൊന്നും ഇല്ലായിരിക്കും, പക്ഷെ ഞാനിത് കണ്ടാൽ പറയും ഇന്നലെയും ഞാൻ ഇവളോട് ഇങ്ങോട്ട് വരരുതെന്ന് പറഞ്ഞതാ. അപ്പോൾ അനി പറയാണ് അനാമികയെ നിർത്തടി, എന്ത് വൃത്തികേടും എന്ത് തോന്നിയാസവും പറയാമെന്നാണോ നീ വിചാരിച്ചത് എന്ന് പറയാണ്. അപ്പം അനാമിക പറയാണ് ഓ നിനക്കങ്ങ് കൊണ്ടു അല്ലെങ്കിലും കൊള്ളുമല്ലോ എന്ന് അനിയോട് പറയാണ്. ഇതൊക്കെ കണ്ടിട്ട് ഗോവിന്ദൻ പറയുന്നുണ്ട് അത് മൂർത്തി സാറേ ഞാൻ നന്ദുമോളോട് പറഞ്ഞതാ വരണ്ടെന്ന്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടായല്ലോ എന്ന് വെച്ച്, പക്ഷേ ചേച്ചിയുടെ 5-ാം മാസ ചടങ്ങിന് വരണമെന്ന് അവളുടെ നിർബന്ധം കൊണ്ട് വന്നതാ. അപ്പോൾ അനാമിക പറയാണ് അതെ അവൾക്ക് നിർബന്ധം കാണും, അനിയെ കാണണമല്ലോ, അതുകൊണ്ട് അവൾ ഈ ഒരു പേരും പറഞ്ഞ് ഇങ്ങോട്ട് വന്നത് തന്നെയാണ്
എന്ന് പറയുമ്പം നന്ദു പറയാ, ദേ അനാമികയെ എൻ്റെ 2 ചേച്ചിമാരെ ഈ വീട്ടിലേക്ക് കല്യാണം കഴിച്ചു വിട്ടിരിക്കുന്നത്. എൻ്റെ ചേച്ചിയുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങാണ്. ആ സമയത്ത് എനിക്ക് നിന്നെ കാണാൻ വേണ്ടി വരാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയാണ്. ആ നീ വരുമെന്ന് എനിക്കറിയായിരുന്നു എന്നൊക്കെ പറഞ്ഞ് അവിടെ ഒരു ബഹളം ഉണ്ടാവുകയാണ്. അപ്പം കനകയും പറയുന്നുണ്ട്, നന്ദു നീ വീട്ടിലേക്ക് പോയിക്കോ. അപ്പം മുത്തശ്ശൻ പറയാനോ, വേണ്ട നന്ദു വീട്ടിൽ പോകണ്ട. നന്ദുവിൻ്റെ 2 ചേച്ചിമാരെ ഈ വീട്ടിലേക്കാണ് വിവാഹം കഴിച്ചു വിട്ടിരിക്കുന്നത്. ഇന്നിവിടെ ഒരു ചടങ്ങ് നടക്കുകയാണ്. അങ്ങനെയുള്ളപ്പം നന്ദു വന്നത് ഒരു തെറ്റുമില്ല എന്ന് പറയാണ്. അപ്പോൾ ദേവയാനി പറയാണ് കേട്ടോ, നന്ദു വന്നതിൽ ഒരു തെറ്റുമില്ല. കാരണം നന്ദുവിൻ്റെ ചേച്ചിയല്ലേ നവ്യ. അവളുടെ ഒരു പ്രധാനപ്പെട്ട ചടങ്ങ് ഇവിടെ നടക്കുമ്പോൾ നന്ദു ഇവിടെ വന്നതിൽ തെറ്റൊന്നുമില്ല കനകെ. അതുകൊണ്ട് നന്ദു വീട്ടിലേക്ക് പോവൊന്നും വേണ്ട എന്ന് പറയുക. അപ്പോൾ ഇതൊക്കെ കേൾക്കുമ്പം അനാമികയ്ക്ക് അങ്ങ് ആകപ്പാടെ ദേഷ്യമായിട്ട് അങ്ങ് പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ ചടങ്ങുകളെല്ലാം നടക്കുകയാണ്. നല്ല ഭംഗിയായിട്ട് തന്നെ നടക്കുകയാണ് കേട്ടോ. എല്ലാവരും കൂടി വന്നിരിക്കുകയും ഒക്കെ. അനാമികയ്ക്ക് ഇതൊന്നും അങ്ങ് പിടിക്കുന്നില്ല. പക്ഷെ അനാമികയും എല്ലാ ചടങ്ങുകൾക്കും ഉണ്ട്. ആ സമയത്ത് എല്ലാം മധുരപലഹാരങ്ങളെല്ലാം നിരത്തി വെച്ചിട്ട് നമ്മുടെ നവ്യയുടെ വളകാപ്പ് ചടങ്ങ് പോലെയുള്ള ചടങ്ങാണ്. നവ്യയും അബിയെയും കൂടി ഇരുത്തിയിട്ട് അവർക്ക് 2 പേർക്കും മധുരം കൊടുക്കുന്ന ചടങ്ങുകളാണ് കേട്ടോ. അബിയാണെങ്കിൽ ഒട്ടും ഇഷ്ടത്തോടല്ല നവ്യയുടെ ഒപ്പം ഇരിക്കുന്നത്. അപ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട്, എന്താടാ നിനക്ക് എൻ്റെ ഒപ്പം ഇരിക്കുന്നത് താല്പര്യമില്ലെന്ന് തോന്നുന്നല്ലോ. ഓ പിന്നെ എൻ്റെ ഒരു വിധി, അല്ലാതെ ഇപ്പോൾ ഇതെന്ത് പറയാനാ. എല്ലാവരും കൂടെ നിർബന്ധിച്ച് പിടിച്ചിങ്ങനെ ഇരുത്തുമ്പോൾ പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത്? ഇരിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ. ഓ അങ്ങനെ വിഷമിച്ച് നീ ഇരിക്കണമെന്നൊന്നുമില്ല. നിൻ്റെ കുഞ്ഞ് എൻ്റെ വയറ്റിൽ കിടക്കുന്നതെന്ന് ഓർത്തിട്ട് വേണമെങ്കിൽ ഇരുന്നാൽ മതി എന്ന് നവ്യ പറയുകയാണ്. അപ്പോൾ അബി പറയുന്നുണ്ട്, അതൊന്നും ഓർത്തിട്ടല്ല, എല്ലാവരുടെയും മുമ്പിൽ ഇങ്ങനെ അങ്ങ് അപഹാസ്യനായി ഇരുന്നേക്കാന്ന് വെച്ചിട്ടാ, എന്തെങ്കിലും ആകട്ടെ എന്നൊക്കെ പറയാണ്. അങ്ങനെ നവ്യയ്ക്ക് ഓരോരുത്തരും മധുരം എടുത്ത് കൊടുക്കുകയാണ് കേട്ടോ. കനകയും ഗോവിന്ദനും ഒക്കെ കൊടുക്കുന്നുണ്ട് നവ്യയ്ക്കും അബിക്കും. അബി വളരെ ഒരു മോശമായിട്ട് തന്നെയാണ് അത് കഴിക്കുന്നതൊക്കെ. അങ്ങനെ ചടങ്ങുകളൊക്കെ ഭംഗിയായിട്ട് നടക്കുകയാണ്. എല്ലാവരുടെയും വക സമ്മാനങ്ങളും കൊടുക്കുന്നുണ്ട് കേട്ടോ. മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ നവ്യയ്ക്ക് സമ്മാനം കൊടുക്കുകയാണ്. ദേവയാനിയും ആ കൂട്ടത്തിൽ നവ്യയ്ക്ക് ഒരു സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. കുറച്ച് സ്വർണ്ണമാണ് സമ്മാനമായിട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം നവ്യ ആകെപ്പാടെ അന്തം വിട്ട് നിൽക്കുകയാണ്. നവ്യ ചോദിക്കുക, എന്താ വല്യമ്മ ഇത്? എനിക്കിപ്പോൾ എന്തിനാ ഈ സമ്മാനമൊക്കെ തരുന്നത്? അതല്ല നവ്യേ, ഇന്നൊരു പ്രധാന ദിവസമാണ്, നിൻ്റെ ജീവിതത്തിലെ ഒരു നല്ല ദിവസം. അനന്തപുരിയുടെ അവകാശിയായിട്ട് ആദ്യമായിട്ടൊരു കുഞ്ഞു വരാൻ പോവല്ലേ. അപ്പോൾ അതിൻ്റെ സന്തോഷത്തിന് ഞാൻ നിനക്കൊരു സമ്മാനം തന്നേ ഉള്ളൂ, ഇത് നീ സ്വീകരിക്കണം എന്ന് പറയാണ്. അപ്പം നയനയ്ക്ക് സന്തോഷമായിട്ട് നയന നവ്യയോട് പറയുന്നുണ്ട്, നവ്യേച്ചി അമ്മ തന്ന സമ്മാനമല്ലേ, അതൊന്ന് സ്വീകരിക്കുക എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചടങ്ങുകളെല്ലാം നല്ല ഭംഗിയായിട്ട് നടന്നു. ഭക്ഷണമെല്ലാം കഴിച്ചു. എല്ലാവരും സന്തോഷത്തോടെ അവിടെ ഇരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ ഇടയ്ക്കാണ് നമ്മുടെ അനാമിക റൂമിലേക്ക് പോവുകയാണ്. അനാമികയ്ക്ക് ഇതൊന്നും കണ്ടിട്ടങ്ങ് സഹിക്കുന്നേയില്ല. റൂമിൽ ചെന്ന് നിന്ന് അനാമിക ഇങ്ങനെ ആകപ്പാടെ വെപ്പറാളപ്പെടുകയാണ് കേട്ടോ നന്ദുവിനെ കണ്ടിട്ട്. നന്ദു അനിയും കൂടെ സംസാരിക്കുന്നതും കൂടെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാമികയ്ക്ക് ആകപ്പാടെ ദേഷ്യമാവുകയാണ്. ഉടനെ തന്നെ ഫോൺ എടുത്ത് പതിവ് പോലെ രേവതിയെ വിളിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, അമ്മേ എന്ത് ചെയ്യാൻ, ആണ്ടാ നന്ദു ആ മൊട്ടേച്ചി അവൾ എത്തിയിട്ടുണ്ട്. ആണ്ടാ അനിയായിട്ട് നിന്ന് വർത്താനം പറയുന്നു. രണ്ടിൻ്റെയും കൂടെ കൊഞ്ചിക്കുഴയിലൊക്കെ കണ്ടിട്ട് എനിക്കങ്ങ് സഹിക്കാൻ പറ്റുന്നില്ല. വന്ന് കയറിയപ്പോൾ തന്നെ ഇവിടെ ഒരു ഉടക്കുണ്ടായി എന്ന് പറയണം. അപ്പോൾ രേവതി പറയാം, നിനക്ക് തടയാൻ മേലായിരുന്നു അവളെ, അവളോട് വരണ്ടെന്ന് പറയാൻ മേലായിരുന്നു എന്നൊക്കെ പറയാണ്. അപ്പോൾ പറയാണ്, എല്ലാവരും ഇപ്പം അവളെ സപ്പോർട്ട് ചെയ്യുകയാണ്. വല്യമ്മ എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതാ, ഇപ്പോൾ പറയാ അവൾ വന്നതിൽ തെറ്റില്ലെന്ന്. മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അങ്ങ് കട്ടയ്ക്ക് പിടിച്ചിരിക്കുക. നന്ദു പോകണ്ടെന്ന് പറഞ്ഞ് അവളുടെ അച്ഛനും അമ്മയും പറഞ്ഞതാ പൊയ്ക്കോള്. പക്ഷേ ഇവിടെയുള്ളവരൊന്നും അതിന് സമ്മതിച്ചില്ല. അങ്ങനെ ആണ്ടെ അവളിവിടെ വിളയാടി നടക്കുകയാണ്, സന്തോഷിച്ച് ആഘോഷിച്ച്. എൻ്റെ മനസ്സിൽ അവൾ തീയ കോരിയിട്ട് തീ, എന്നിട്ട് പോരാത്തതിന് അനിയുമായിട്ട് നിന്ന് ശൃംഗരിക്കുന്നു എന്ന് പറയാണ്. അപ്പം രേവതിക്കങ്ങ് തീ കത്തുക. രേവതി പറയാ, എന്നാ ചെയ്യാനാ മോളെ, അവളെ അങ്ങ് ഒഴിവാക്കാമെന്ന് വിചാരിച്ചാ അന്ന് ആ പണിക്ക് പോയത്, എന്നിട്ട് അതും ശരിയായില്ലല്ലോ എന്നിങ്ങനെ പറയാണ്. അപ്പം ഈ സമയത്ത് നമ്മുടെ നവ്യ അതുവഴി വരികയാണ് കേട്ടോ. അപ്പം നവ്യ വെളിയിൽ നിന്നിട്ട് ഇങ്ങനെ നോക്കുമ്പം അനാമിക വളരെ ഇതിലിങ്ങനെ ഫോൺ ചെയ്യുന്ന കാണുകയാണ്. അപ്പം നവ്യ ഒന്ന് ശ്രദ്ധിക്കുന്നുണ്ട്, ഇവളെന്താ ഈ പറയുന്നത് എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നവ്യ കേൾക്കുകയാണ് ചെയ്യുന്നത് അനാമിക പറയുന്നത് രേവതിയോട്. അമ്മേ അന്ന് അവളെ തട്ടിക്കൊണ്ട് പോകാനായിട്ട് കൊട്ടേഷൻ കൊടുത്തതാ ആ നന്ദുവിനെ. എന്നിട്ട് അത് വല്ലതും ആയോ? അച്ഛനെ കൊണ്ടും അമ്മയെ കൊണ്ടും എന്ത് പറ്റും? ഒന്നും പറ്റില്ല. അച്ഛൻ ഇങ്ങനെ കുറേ കടം വാങ്ങിച്ച് കൂട്ടാനല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും പറ്റില്ല. അന്ന് എൻ്റെ കയ്യിലുണ്ടായിരുന്ന സ്വർണം മുഴുവൻ വിറ്റിട്ടാണെങ്കിലും പൈസ ഞാൻ തന്നതല്ലേ അവളെ കൊല്ലാനായിട്ട്.
എന്നിട്ട് പറഞ്ഞു അവളെ തട്ടിക്കൊണ്ട് പോയി പീഡിപ്പിച്ചു, തൂക്കിക്കൊന്നു എന്നൊക്കെ. എന്നിട്ട് അവൾ പുഷ്പം പോലെ വന്നില്ലേ? അന്ന് അവളത് തീർന്നിരുന്നെങ്കിൽ ഇന്ന് എനിക്കിന്ന് ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നു. അന്ന് അവൾ തീർന്നെന്ന് വെച്ച് നമ്മൾ ആഘോഷിച്ചതല്ലേ. പക്ഷേ എന്താ ഉണ്ടായത്? ആ ഗുണ്ടകളെല്ലാം തല്ലിയിട്ടിട്ട് അവൾ രക്ഷപ്പെട്ടില്ലേ? എല്ലായിടത്തും അവളിങ്ങനെ രക്ഷപ്പെടുവാണ്, എന്തൊക്കെ പണി കൊടുത്തിട്ടും. ഹോ എന്ന് പറയുമ്പോൾ രേവതി പറയാണ്, അത് മോളെ, ഇനി നമുക്കൊരു പണി കൂടി കൊടുക്കാം. വേറൊരു കൊട്ടേഷൻ കൊടുത്ത് അമ്മയൊന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? ഇനി വേറെ കൊട്ടേഷൻ കൊടുത്ത് അവളെ കൊല്ലാൻ നോക്കാമെന്ന്. ഇനി തരാൻ എൻ്റെ ഈ സ്വർണവും പണമൊന്നും ഇല്ല, അന്ന് തന്നെ ഒരുപാട് കളഞ്ഞതല്ലേ എന്നൊക്കെ പറയാണ്. അപ്പം ഇതെല്ലാം നവ്യ കേൾക്കാണ്. നവ്യ കേട്ട് കഴിയുമ്പോൾ സംഗതി പിടികിട്ടുകയാണ്, നന്ദുവിനെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് അനാമികയും വീട്ടുകാരുമാണെന്ന്. അങ്ങ് നവ്യയ്ക്ക് അങ്ങ് ദേഷ്യം വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഫോൺ വെച്ചിട്ട് അനാമിക റൂമിൽ നിൽക്കുമ്പോഴേക്കും നവ്യ എരച്ച് കയറി വരികയാണ് കേട്ടോ. എന്നിട്ട് അനാമിക ഇങ്ങോട്ട് പിടിക്കുകയാണ്. അപ്പം അനാമിക ചോദിക്കുന്നുണ്ട്, എന്താടി, എന്തിനാ എൻ്റെ റൂമിൽ വന്നത്? നിൻ്റെ ചടങ്ങുകളൊക്കെ കഴിഞ്ഞോ? നിൻ്റെ അനിയത്തിയും കൂട്ടരും ഒക്കെ പോയോ? എല്ലാവരും വിശേഷം അറിയിച്ചോ എന്നൊക്കെ ചോദിക്കുക. അപ്പോഴേക്കും ഉടനെ തന്നെ നവ്യ പറയാണ്, അറിഞ്ഞടി, എല്ലാ കാര്യങ്ങളും അറിഞ്ഞടി, എല്ലാ സത്യങ്ങളും ഞാൻ അറിഞ്ഞടി എന്ന് പറയുമ്പം അനാമിക ഞെട്ടിപ്പോവാണ് കേട്ടോ. അപ്പം നന്ദുവിൻ്റെ അനാമികയുടെ കുത്തിന് പിടിക്കുകയാണ് നമ്മുടെ നവ്യ. എന്നിട്ട് പറയാണ്, എടി ദുഷ്ടേ, ഞാൻ എല്ലാം കേട്ടടി, നീ ഫോണിൽ കൂടെ പറയുന്നത്. നന്ദുമോളെ കൊല്ലാനായിട്ട് കൊട്ടേഷൻ കൊടുത്തത് നീയാണല്ലേ? എന്ത്, അവളെ പീഡിപ്പിച്ച് തൂക്കിലേറ്റാനോ? നീ ആരാടി അത് ചെയ്യാൻ? നിൻ്റെ അച്ഛൻ ആരാടി? ആരാച്ചാറോ? നീ എന്താടി ചെയ്തത്? എല്ലാ വിവരങ്ങളും ഞാൻ അറിഞ്ഞടി എന്ന് പറഞ്ഞ് പുറഞ്ച കൊടുക്കാണ് അനാമികയ്ക്ക്. അനാമികയ്ക്കൊന്ന് തടുത്ത് നിർത്താൻ പോലും പറ്റുന്നില്ല. അതുപോലെ കലിപ്പിലാണ് നവ്യ കേട്ടോ. അടിച്ച് പൊട്ടിക്കുകയാണ് അനാമികയെ. കിട്ടേണ്ടതെല്ലാം വരുന്ന വഴി തന്നെ അനാമികയ്ക്ക് കിട്ടിക്കൊണ്ടേയിരിക്കുകയാണ്. ഇനിയിപ്പോൾ വേണുവിനും രേവതിക്കും പണി കൊടുക്കുന്നുണ്ട് നന്ദു. ആ വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ പറയാം. നമ്മുടെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്